അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 3-ാം ക്ലാസ്സിൻ്റെ തജ്വീദ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. യോജിച്ചവ ചേർക്കാം. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, തൊണ്ടയുടെ താഴെ അറ്റം. അപ്പോൾ തൊണ്ടയുടെ താഴെ അറ്റത്തിന് പറയുന്ന പേരെന്താണ്? അത് ആ ഒരു ബ്രാക്കറ്റിൽ ഉണ്ടാകും. അത് നോക്കാം. തഫ്ഹീം എന്നാണോ, അല്ലെങ്കിൽ തർഖീഖ് എന്നാണോ, അദ്നൽ ഹൽക്ക്, അല്ലെങ്കിൽ വസ്തുൽ ഹൽക്ക്, അല്ലെങ്കിൽ അക്സൽ ഹൽക്ക്. അപ്പം ഏതാണ് തൊണ്ടയുടെ താഴെ അറ്റത്തിന് പറയുന്ന പേര്? അക്സൽ ഹൽക്ക് എന്നാണ്. അപ്പം അവിടെ അക്സൽ ഹൽക്ക് എന്ന് എടുത്തെഴുതുക. രണ്ടാമത്തത് തൊണ്ടയുടെ മധ്യം. അപ്പോൾ തൊണ്ടയുടെ മധ്യഭാഗത്തിന് പറയുന്ന പേരെന്താണ്? വസ്തുൽ ഹൽക്ക് അല്ലേ? അപ്പോൾ അവിടെ വസ്തുൽ ഹൽക്ക് എന്ന് എടുത്തെഴുതുക. മൂന്നാമത്തത് തൊണ്ടയുടെ മുകൾ അറ്റം. അപ്പോൾ തൊണ്ടയുടെ മുകളിൽ ഉള്ള അറ്റത്തിന് പറയുന്ന പേരാണ് അദ്നൽ ഹൽക്ക്. അപ്പോൾ അവിടെ അദ്നൽ ഹൽക്ക് എന്ന് എടുത്തെഴുതുക. ഇനി നാലാമത്തത് ശബ്ദം കനപ്പിക്കൽ. അപ്പോൾ ശബ്ദം കനപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് തഫ്ഹീം. ശബ്ദം നേർപ്പിക്കൽ അതിന് പറയുന്ന പേരാണ് തർഖീഖ്. ഇനി രണ്ടാമത്തെ ഭാഗം, ശരിക്ക് ശരി അടയാളം നൽകാം. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങളും 3 ഓപ്ഷനും നൽകിയിട്ടുണ്ട്. ഓരോ ചോദ്യത്തിനും 3 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പം ഏതാണോ ശരിയായത് അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അപ്പം ഒന്നാമത്തെ ചോദ്യം, വിവിധ ഘട്ടങ്ങളിലായി ഖുർആൻ ഇറക്കപ്പെട്ടു. ഖുർആൻ ഇറക്കപ്പെട്ട വർഷം. അപ്പോൾ വിവിധ ഘട്ടങ്ങളിലാണ് ഖുർആൻ ഇറക്കപ്പെട്ടതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്ര വർഷം കൊണ്ടാണ്? 53 ആണോ, 23 ആണോ, 13 ആണോ? ഏതാണ് ശരിയായത്? 23 ആണ്. അപ്പം 23 എന്നുള്ളതിന് നേരെ എന്ത് ചെയ്യണം? ശരി അടയാളപ്പെടുത്തണം. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്ത് ഏതാണ്? തൗറാത്ത്, ഇസ്റാ, വിശുദ്ധ ഖുർആൻ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്ത് അള്ളാഹു റസൂലിന് നൽകിയത് ഏതാണ്? വിശുദ്ധ ഖുർആനാണ് അല്ലേ? അപ്പോൾ അവിടെ വിശുദ്ധ ഖുർആൻ എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി മൂന്നാമത്തത് ലിസാൻ. ലിസാൻ എന്നതിൻ്റെ അർത്ഥം തരിമൂക്ക്, നാവ്, തൊണ്ട. അപ്പം ലിസാൻ എന്നതിൻ്റെ ശരിയായ അർത്ഥം ഏതാണ്? നാവ് എന്നുള്ളതാണ്. അപ്പം നാവ് എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി നാലാമത്തത് ഖൈശൂം. ഖൈശൂം എന്ന് പറഞ്ഞാൽ 2 ചുണ്ടുകൾ, തരിമൂക്ക്, ചെവി. ഏതാണ് ശരിയായത്? തരിമൂക്ക് എന്നുള്ളതാണ്. ഖൈശൂം എന്നുള്ളതിൻ്റെ അർത്ഥം തരിമൂക്ക് എന്നുള്ളതാണ്. അപ്പം തരിമൂക്ക് എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അഞ്ചാമത്തത് ഷഫതാനി. ഷഫതാനി തല, മുൻകൈ, 2 ചുണ്ടുകൾ. ഏതാണ്? ഷഫതാനി എന്ന് പറഞ്ഞാൽ 2 ചുണ്ടുകൾ എന്നുള്ളതാണ് ശരിയായ അർത്ഥം. അപ്പം 2 ചുണ്ടുകൾ എന്നതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി മൂന്നാമത്തെ ഭാഗം, ഇവയുടെ മഖ്റജ് എഴുതാം. അപ്പം താഴെ 4 ചോദ്യങ്ങൾ, 4 അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഓരോ അക്ഷരത്തിൻ്റെയും പുറപ്പെടുന്ന സ്ഥാനം അഥവാ മഖ്റജ് എന്ത് ചെയ്യണം? എഴുതി കൊടുക്കണം. അപ്പം ഒന്നാമത്തത് നോക്കാം. ഖാഫ്. ഖാഫിൻ്റെ മഖ്റജ് ഏതാണ്? നാവിൻ്റെ മുരടും അതോട് നേരിടുന്ന അണ്ണാക്കും. അതാണ് ഖാഫിൻ്റെത് അല്ലേ? നാവിൻ്റെ മുരടും അതോട് നേരിടുന്ന അണ്ണാക്കും. അതാണ് ഖാഫിൻ്റെ മഖ്റജായിട്ട് വരുന്നത്. രണ്ടാമത്തത് കാഫാണ്. കാഫ് അതിൻ്റെ മഖ്റജ് ഖാഫിൻ്റെ അല്പം താഴെ. അപ്പോൾ ഖാഫിൻ്റെ അല്പം താഴെ എന്നാണ് എന്തിൻ്റെ മഖ്റജ്? കാഫിൻ്റെ മഖ്റജ് വരുന്നത്. ഇനി മൂന്നാമത്തത് വാദ്. നാവിൻ്റെ 2ൽ 1 അരു നീളത്തിൽ മേലെ അണപ്പല്ലുമായി ചേർത്ത്. അപ്പം ഏതെങ്കിലും ഒരു വലത്തെ അരുവാണെങ്കിലാകാം, അല്ലെങ്കിൽ ഇടത്തെ ഭാഗത്തുള്ളതും ആവാം. ഏതെങ്കിലും ഒരു അരുവാണ് ഉദ്ദേശിക്കുന്നത്. നാവിൻ്റെ 2ൽ 1 അരു നീളത്തിൽ മേലെ അണപ്പല്ലുമായി ചേർത്ത്. ഇതാണ് വാദിൻ്റെ മഖ്റജ്. ഇനി ത്വാഇൻ്റെത് നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടും.
ഇതാണ് ത്വാഇൻ്റെ മഖ്റജായിട്ട് വരുന്നത്. ഇനി അടുത്തത് നാലാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. 3 ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. നാവിൽ നിന്ന് എത്ര അക്ഷരങ്ങളാണ് പുറപ്പെടുന്നത്? നാവിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങൾ എത്രയാണ്? 18. അപ്പോൾ അവിടെ 18 എന്ന് എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം, ഖുർആൻ പാരായണം കുറ്റകരമാകും എപ്പോൾ? അതിൻ്റെ ഉത്തരം നിയമങ്ങൾ പാലിക്കാതെയുള്ള പാരായണം. അപ്പം നിയമങ്ങൾ പാലിക്കാതെയുള്ള പാരായണമാണ് കുറ്റകരം. അത് ഏറ്റവും അവസാനത്തെ ഭാഗത്തിലേക്കൊന്ന് നോക്കാം. 4ൽ 2 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ഖുർആൻ ഓതുന്നതിന് ചില പ്രത്യേക നിയമങ്ങളും പ്രത്യേക ശൈലിയുമുണ്ട്. അവ പാലിക്കാതെയുള്ള പാരായണം കുറ്റകരമാണ്. അല്ലേ? അതാണ് കറക്റ്റ് ആൻസർ അല്ലേ? ഖുർആൻ പാരായണം കുറ്റകരമാകും എപ്പോൾ എന്നുള്ളതിൻ്റെ ഉത്തരമാണത്. നിയമങ്ങൾ പാലിക്കാതെയുള്ള പാരായണം അതാണ് കുറ്റകരം. ടെക്സ്റ്റിലുള്ള അതിൻ്റെ കറക്റ്റ് ഉത്തരം ഇവിടെ കൊടുത്തു എന്ന് മാത്രം. അപ്പം നിയമങ്ങൾ പാലിക്കാതെയുള്ള പാരായണം എന്ന് എഴുതിയാലും മാർക്ക് ലഭിക്കും. ഇനി മൂന്നാമത്തത്, 5 സ്ഥലങ്ങളിലായി എത്ര മഖ്റജുകളുണ്ട്? അപ്പം 5 സ്ഥലങ്ങളിലായിട്ട് എത്ര മഖ്റജുകളുണ്ട്? 17 അല്ലേ? 17 മഖ്റജുകളാണ് 5 സ്ഥലങ്ങളിലായിട്ട് ഉള്ളത്. ഇനി അഞ്ചാമത്തെ ചോദ്യം, താഴെ പറയുന്നവ അറബിയിലാക്കാം. അപ്പോൾ താഴെ 3 മലയാളം കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ അറബി നമ്മൾ എന്ത് ചെയ്യണം? എഴുതി കൊടുക്കണം. ഒന്നാമത്തത് മണിക്കൽ. അപ്പം എല്ലാവർക്കും അറിയുന്നൊരു വാക്കാണ് അല്ലേ? മണിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ശബ്ദമുള്ള നൂനും മീമും മണിക്കണം എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ മണിക്കുക എന്നുള്ളതിൻ്റെ അറബിയാണ് ഉന്നത്ത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക? ഉന്നത്ത് എന്ന് എഴുതി ചേർക്കുക. ഇനി രണ്ടാമത്തത് നീട്ടൽ. അപ്പം നീട്ടൽ എന്നതിൻ്റെ അറബി എന്താണ്? മദ് അല്ലേ? അപ്പോൾ അവിടെ മദ് എന്ന് എഴുതി ചേർക്കുക. ഇനി മൂന്നാമത്തത് ശബ്ദരീതി. ശബ്ദരീതിക്ക് പറയുന്ന പേരാണ് അറബിയിൽ സിഫാത്ത്. അപ്പം അതും അവിടെ എഴുതി കൊടുക്കുക. ഇനി അവസാനത്തെ ഭാഗമാണ് ആറാമത്തത്, പൂർത്തിയാക്കാം. 2 കാര്യങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട്. അപ്പം അതൊക്കെ എന്ത് ചെയ്യണം? പൂർത്തിയാക്കിയിട്ട് എഴുതണം. ഒന്നാമത്തത് നോക്കാം. ഖുർആൻ ഓതലും ഓതുന്നത് കേൾക്കലും അതിലേക്ക് നോക്കലും പ്രതിഫലമുള്ളതാണ്. അപ്പോൾ അവിടെ പ്രതിഫലം ഉള്ളതാണ് എന്നാണ് എഴുതാനുള്ളത്. അതവിടെ എഴുതി ചേർക്കുക. ഇനി രണ്ടാമത്തേത്, അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ ഇസ്ലാമിൻ്റെ ബാക്കി എന്താണ്? അടിസ്ഥാന ഗ്രന്ഥമാണ് എന്നുള്ളതാണ്. അപ്പം അടിസ്ഥാന ഗ്രന്ഥമാണ് എന്നുള്ളതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ദുആ വസിയത്തോടെ നിർത്തുന്നു. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.